Hi all, welcome to our channel. നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ കിളിയുടെ ഗ്രാമം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പരിശീലന ചോദ്യങ്ങളാണ് പറയുന്നത് ഈ ക്ലാസ്സിൽ. ഒന്നാമത്തെ ചോദ്യം, വളരെ ഉയർന്ന ജനസാന്ദ്രതയുള്ള നഗരപാർപ്പിട മേഖലകളെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? വിപണി, ചേരി, ആഴ്ചചന്ത, വാരാന്ത വിപണി. വളരെ ഉയർന്ന ജനസാന്ദ്രതയുള്ള നഗരപാർപ്പിട മേഖലകൾ ഏതാണ് ആൻസർ? ചേരി. 2. സമൂഹ ശാസ്ത്രജ്ഞർ വിപണിയെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? സാമ്പത്തിക ക്രയവിക്രയത്തിനുള്ള ഒരു താൽക്കാലിക ഇടം മാത്രം, പ്രത്യേക നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ട സാമൂഹിക സ്ഥാപനം, ഉപഭോക്താക്കളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ലാഭ കേന്ദ്രം. ഇതിലെന്താണ് സമൂഹ ശാസ്ത്രജ്ഞർ വിപണിയെ എങ്ങനെ കാണുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനമാണ് വിപണി. 3ാമത്തെ ചോദ്യം, ചേരികൾ അല്ലെങ്കിൽ സ്ലംസ് സംബന്ധിച്ചിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത പലപ്പോഴും കുറവായിരിക്കും, സുരക്ഷിതമായ പാർപ്പിട സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ പ്രകടമായിരിക്കും, ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം എന്നിവ പൂർണ്ണമായും ലഭ്യമാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയാൻ പറ്റില്ലേ? ആദ്യത്തെ 3 ഓപ്ഷൻ എയും ബിയും സിയും നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവാണ്, സുരക്ഷിതമായിട്ടുള്ള പാർപ്പിട സൗകര്യങ്ങൾ ലഭ്യമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ പ്രകടമായിരിക്കും, അതുപോലെ ശുചിത്വ സേവനങ്ങളും ശുദ്ധജല വിതരണവും പൂർണ്ണമായിട്ടും ലഭിക്കുമെന്നാണോ പറഞ്ഞത്? അല്ല, ലഭ്യത കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി. താഴെ പറയുന്ന ഇനങ്ങളെ അവയുടെ പ്രത്യേകതകളുമായി ചേർത്ത് എഴുതുക. ചേരി, ആഴ്ചച്ചന്ത, അന്തിച്ചന്ത, വാരാന്ത വിപണി. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ SCERT പഠിച്ച സമയത്ത് പറഞ്ഞതാണ് അല്ലേ? ചേരി ഓപ്ഷൻ ഏതിലേക്കാ പോകുന്നത്? ചേരി ഓപ്ഷൻ 2. ഉയർന്ന ജനസാന്ദ്രതയും അടിസ്ഥാന സൗകര്യക്കുറവുമുള്ളവയാണ് ചേരികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആഴ്ചച്ചന്ത? കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സമീപവാസികളെ ഒരുമിപ്പിക്കുന്നു. ശരിയല്ലേ? ആഴ്ചച്ചന്ത എന്താ ചെയ്യുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സമീപ ഗ്രാമങ്ങളെ ഒരുമിപ്പിക്കുന്നു. ഇനി 3ാമത്തത് അന്തിച്ചന്ത. ഏതാണ്? ദിവസവും വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ ഉണ്ടാകുന്നു. ഇതാണ് അന്തിച്ചന്ത. ഇനി എന്താണ് വാരാന്ത വിപണി എന്ന് പറഞ്ഞാല്? ഗതാഗത വാർത്താവിനിമയ അപര്യാപ്തതയുള്ള വന മലപ്രദേശങ്ങളിൽ കാണുന്നതാണ് വാരാന്ത വിപണി എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ എല്ലാം ആ ക്ലാസ്സിൽ വായിച്ച സമയത്ത് കിട്ടിയതാണ് അല്ലേ? 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമൂഹത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവും ലഭ്യതയും ഉറപ്പാക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യതയും വിതരണവും ഉറപ്പാക്കുന്നത് ചേരിയാണോ, വിപണിയാണോ, ശുചിത്വ സേവനങ്ങളാണോ, പാർപ്പിടമാണോ? ആൻസർ വിപണി. അടുത്ത ക്വസ്റ്റ്യൻ 6. ആഴ്ചച്ചന്തകൾ സാധാരണ എത്ര ദിവസങ്ങളിലാണ് നടക്കുന്നത്? എല്ലാ ദിവസവും കാണും, ആഴ്ചയിൽ 3-4 ദിവസം, ആഴ്ചയിൽ 1-2 ദിവസം, മാസം തോറും. ആഴ്ചച്ചന്തയാണ് ക്വസ്റ്റ്യൻ. ആഴ്ചച്ചന്ത എന്നാ കാണുന്നത്? ആഴ്ചയിൽ 1-2 ദിവസം കാണുന്നതാണ് ആഴ്ചച്ചന്തകൾ എന്ന് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചേരികളുടെ പരിമിതികൾ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ എത്ര എണ്ണം ശരിയാണ്? സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങൾ. ഏതാണ് ആൻസർ? 1 ശരിയാണ്, 2 ശരിയാണ്, ഇത് 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി. വാരാന്ത വിപണികളിൽ അല്ലെങ്കിൽ വിപണികൾ വനമല പ്രദേശങ്ങളിൽ രൂപപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഈ പ്രദേശങ്ങളിൽ വ്യവസായശാലകൾ ധാരാളം ഉള്ളത് കൊണ്ടാണോ? ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും സമ്പദ് വ്യവസ്ഥ വികസിക്കാത്തതും കൊണ്ടാണോ? തീരപ്രദേശങ്ങളോട് അടുത്തുള്ളത് കൊണ്ടാണോ? ഇത് സർക്കാർ നിർബന്ധമാക്കിയത് കൊണ്ടാണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും
സമ്പദ് വ്യവസ്ഥ വികസിക്കാത്തതുമാണ് വാരാന്ത്യ വിപണികൾ വനമല പ്രദേശങ്ങളിൽ മാത്രമായി രൂപപ്പെടാനുള്ള കാരണം. 9ാമത്തെ ക്വസ്റ്റ്യൻ, സാധനങ്ങളും കന്നുകാലികളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഏതാണ്? സാധനങ്ങളും കന്നുകാലികളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ് വിപണി. അടുത്തത്, വിപണിയുടെ പ്രധാന ധർമ്മം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? വിപണി സുരക്ഷിതമായ പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്നു. വിപണി സമൂഹ ശാസ്ത്രജ്ഞർക്ക് ഗവേഷണത്തിനുള്ള വേദി ഒരുക്കുന്നു. വിപണി സാധനങ്ങളുടെ സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പാക്കുന്നു. ഇതൊന്നുമല്ല. എന്താണ് വിപണി എന്ന് പറഞ്ഞാൽ? വിപണി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യതയും വിതരണവും ഉറപ്പാക്കുന്നതാണ് വിപണികൾ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. പ്രസ്താവന എ, ചേരികളിൽ ശുദ്ധജല വിതരണം, ശുചിത്വ സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത പ്രകടമാണ്. കാരണം ചേരികൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലാണ്. ഓപ്ഷൻസ് നോക്കുക. എ ശരിയാണ്, ആർ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഞാനിതെല്ലാം ഓപ്ഷൻ വായിക്കുന്നില്ല, ആൻസർ പറയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. എ ശരിയാണ്. അതായത് എ എന്ന് പറഞ്ഞാൽ ചേരികളിൽ ശുദ്ധജല വിതരണം, ശുചിത്വ സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത പ്രകടമാണ്. എന്നാൽ ആർ എന്നത് എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമല്ല. ചേരികൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലല്ല ആണ് എന്നത് അതിന്റെ ഒരു റീസൺ അല്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ളവയും പ്രത്യേക ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്നതുമായിട്ടുള്ള വന മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വിപണി ഏത് പേരിൽ അറിയപ്പെടുന്നു? വനമല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വിപണിയാണ് വാരാന്ത വിപണികൾ. വാരാന്ത വിപണികൾ. ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവം ഒരു പ്രദേശത്ത് എങ്ങനെയുള്ള വിപണികൾക്ക് കാരണമാകുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ദിവസവും നടക്കുന്ന പ്രധാന നഗര വിപണികൾക്ക് കാരണമാകുമോ? അത് വിദൂര പ്രദേശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന വാരാന്ത്യ വിപണികൾ അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രങ്ങളായിട്ട് മാറുമോ? വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്ന ചന്തകളായിട്ട് മാറുമോ? ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവം ഇതിന് കാരണമാവും. വിദൂര പ്രദേശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന വാരാന്ത്യ വിപണികൾക്ക് കാരണമാവും. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചേരികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശുചിത്വ സേവനങ്ങളുടെ അപര്യാപ്തത, ഉയർന്ന പാർപ്പിട സൗകര്യങ്ങൾ, വളരെ ഉയർന്ന ജനസാന്ദ്രത. ഏതൊക്കെയാണ് ചേരികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്? ശുചിത്വ സേവനങ്ങളുടെ അപര്യാപ്തത ശരിയാണ്. ഉയർന്ന പാർപ്പിട സൗകര്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. വളരെ ഉയർന്ന ജനസാന്ദ്രത അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ? 14, 1, 3 ആണ് ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ചേരി, ആഴ്ചച്ചന്തകൾ, വാരാന്ത്യ വിപണികൾ, അന്ത്യചന്തകൾ. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ചേരിയാണോ, ആഴ്ചച്ചന്തകളാണോ, വാരാന്ത്യ വിപണികളാണോ, അന്ത്യചന്തകളാണോ? ചേരി അല്ലേ. ഇപ്പൊ ചന്തകളെല്ലാം വിപണികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് നമ്മൾ. ഇത് മാത്രം ചേരി. ഇപ്പൊ വളരെ ഉയർന്ന ജനസാന്ദ്രത നഗര പാർപ്പിട മേഖലയാണ് ചേരി എന്ന് പറയുന്നത്. അപ്പൊ അത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചേരി. ഇതാണ് പീലിയുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിന്റെ SCERT ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വേണമെന്നുള്ളവർക്ക് ഇത് പരിശീലിച്ച് നോക്കാം കേട്ടോ. താങ്ക് യു.